ആളുകളിൽ നിന്ന് എങ്ങനെയെല്ലാം പണം തട്ടിയെടുക്കാമെന്നതിൽ പലതരത്തിൽ ഗവേഷണം നടത്തി പല സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തിടെ അബുദാബിയിൽ ഒരു മലയാളി പ്രവാസിക്കുണ്ടായ അനുഭവമാണ്. ഡെലിവറി റൈഡർമാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു പ്രത്യേക തട്ടിപ്പ് രീതിയിൽ നിന്ന് അദ്ദേഹം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. കസ്റ്റമർ എന്ന വ്യാജേന ഒരാൾ ഒരു ലോക്കർ ഓൺലൈനായി ഓർഡർ ചെയ്തിരുന്നു. ഡെലിവറിക്ക് മുൻപ് ലൈവ് ലൊക്കേഷൻ അയക്കണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെടുന്നു. ആ അഡ്രസ്സിലുള്ള വീട് എത്താനാകുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും കസ്റ്റമറുടെ വാട്സാപ്പ് മെസ്സേജ്. അവിടെയുള്ള കാരിഫോറിൽ നിന്ന് നിങ്ങൾ 300 ദിർഹത്തിന്റെ ഐട്യൂൺ കാർഡ് വാങ്ങി നമ്പർ സ്ക്രാച്ച് ചെയ്ത് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കണമെന്നാണ് ആവശ്യം. അത്യാവശ്യമായതുകൊണ്ടാണ് സാധനം ഡെലിവറി ചെയ്യുമ്പോൾ ഐട്യൂൺ കാർഡിന്റെ പണവും തരാമെന്ന് പറയുന്നു. എന്നാൽ എവിടെയോ എന്തോ ഒരു സംശയം തോന്നിയ മലയാളിയായ ഡെലിവറിക്കാരൻ പറഞ്ഞു തന്റെ കയ്യിൽ ഇപ്പോൾ എക്സ്ട്രാ പണമില്ല, താൻ സാധനം ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു വന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നും പറ്റില്ല, ഇപ്പോൾ തനിക്ക് അത്യാവശ്യമാണെന്നാണ് കസ്റ്റമറുടെ ആവശ്യം. നിങ്ങൾ വന്ന ഉടനെ പണം തരാമെന്ന് പറഞ്ഞ് റോൾസ് റോയ്സ് കാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 5000 ദിർഹംസിന്റെ നോട്ടുമായി നിൽക്കുന്ന ഫോട്ടോയും വാട്സാപ്പിൽ ഡെലിവറിക്കാരന് അയച്ചു കൊടുക്കുന്നു. അക്കൗണ്ട് നമ്പർ അയക്കാം, പണം അയച്ചു തന്നാൽ താൻ വാങ്ങാമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ വ്യാജ കസ്റ്റമർ ഈ പ്രവാസി മലയാളിയെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. പല റൈഡർമാരും ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. കയ്യിലുള്ള എക്സ്ട്രാ പണമെടുത്ത് ഐട്യൂൺ കാർഡ് വാങ്ങി നമ്പർ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നതോടെ ആ കസ്റ്റമർ ഈ ഡെലിവറിക്കാരനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പതിവ്. ആ കസ്റ്റമർ നൽകിയ അഡ്രസ്സും വ്യാജമായിരിക്കും. ചിലപ്പോൾ കയ്യിൽ ആകെയുള്ള പണം നൽകിയാകും അവർ കാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക. വളരെ കുറഞ്ഞ സാലറിക്കും മറ്റും ജോലി ചെയ്യുന്ന പല റൈഡർമാരും കസ്റ്റമർ പറയുന്ന എക്സ്ട്രാ സർവീസിൽ തയ്യാറാകുന്നത് ചിലപ്പോൾ ചെറിയ ടിപ്പോ മറ്റോ ലഭിച്ചേക്കാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലൊന്നും വീഴാതെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.